2015 ഒക്ടോബർ 14 ഓസ്ട്രേലിയയിലെ മെൽബണിൽ തികച്ചും അപ്രതീക്ഷിതമായി ഒരു മരണം നടന്നു. മലയാളിയായ 33 വയസ്സുകാരൻ സാം എബ്രഹാമാണ് മരണപ്പെട്ടത്. മെൽബണിൽ നിന്നും 18 കിലോമീറ്റർ മാറിയുള്ള എപ്പിംഗ് എന്ന ടൗണിൽ ഭാര്യ സോഫിയയും 6 വയസ്സുള്ള മകനുമായി താമസിച്ചു വരുന്നതിനിടെയാണ് സാം എബ്രഹാമിന്റെ മരണം നടക്കുന്നത്. വെക്കേഷന് കേരളത്തിലേക്ക് പോയ അവർ 2 ദിവസങ്ങൾക്ക് മുൻപാണ് ഓസ്ട്രേലിയയിൽ തിരിച്ചെത്തിയത്. ഒക്ടോബർ 13 രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ സാമിന് യാതൊരു ആരോഗ്യ പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എന്നാൽ അടുത്ത ദിവസം രാവിലെ സോഫിയ ഉറങ്ങിയെഴുന്നേറ്റ് നോക്കിയപ്പോൾ വായിൽ നിന്നും നുരയും പതിയുമെല്ലാം വന്ന് അനക്കമില്ലാതെ കിടക്കുന്ന സാമിനെയാണ് കണ്ടത്. ശരീരം മുഴുവൻ തണുത്തു മരവിച്ച അവസ്ഥയിലായിരിക്കുന്നു. ഇത് കണ്ട് ഭയന്നുപോയ സോഫിയ മെൽബണിൽ തന്നെ നഴ്സായി ജോലി ചെയ്യുന്ന സഹോദരി സോണിയയെ വിളിച്ച് കാര്യം പറഞ്ഞു. ഇത് കേട്ട് ഷോക്കായ സോണിയ ഉടനെ തന്നെ എമർജൻസി നമ്പറിലേക്ക് വിളിക്കാൻ പറയുകയും എത്രയും പെട്ടെന്ന് താനവിടേക്ക് വരാമെന്നും പറഞ്ഞ് ഫോൺ വെച്ചു. സോഫിയ എമർജൻസി നമ്പറിൽ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ മെഡിക്കൽ ടീം ഉടനടി അവിടെ എത്തുമെന്നും അതുവരെ സാമിന് CPR നൽകണമെന്നും അവർ നിർദ്ദേശിച്ചു. ഇതേ സമയം സോഫിയയുടെ നിലവിളി കേട്ട് അയൽവാസികളിൽ പലരും ആ വീട്ടിലേക്കെത്തി. കുറച്ചു സമയത്തിനുള്ളിൽ സോണിയയും അവിടെയെത്തി. സാമിന്റെ വായിൽ നിന്നും നൊരയും പതയും രക്തവുമെല്ലാം വന്ന് താടിയിൽ ഉൾപ്പെടെ കോടിപ്പോയ അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ സാമിന് CPR നൽകിയിട്ട് കാര്യമില്ല എന്നും അദ്ദേഹം മരിച്ചു കഴിഞ്ഞു എന്നും സോണിയയ്ക്ക് മനസ്സിലായി. 15 മിനിറ്റിനുള്ളിൽ മെഡിക്കൽ ടീം ആ വീട്ടിലെത്തി സാമിന് പരിശോധിച്ചു. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ബോഡി ടെമ്പറേച്ചർ 28 ഡിഗ്രി സെൽഷ്യസിന് താഴെയായി കഴിഞ്ഞിരുന്നു. പൾസുമില്ല. ഇതോടെ മെഡിക്കൽ ടീമും സാം എബ്രഹാമിന്റെ മരണം സ്ഥിരീകരിച്ചു. ഹൃദയാഘാതമാണ് മരണകാരണമെന്നതായിരുന്നു പ്രാഥമിക നിഗമനം. ഒറ്റ രാത്രി കൊണ്ട് സോഫിയയ്ക്ക് അവളുടെ ഭർത്താവിനെയും അവരുടെ മകന് അച്ഛനെയും നഷ്ടമായിരിക്കുന്നു. ഹൃദയഭേദകമായ നിമിഷങ്ങളാണ് പിന്നീടങ്ങോട്ട് കാണാൻ കഴിഞ്ഞത്. എന്നാൽ സാം മരണപ്പെട്ട് 9 മാസത്തിനു ശേഷം അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ ഒന്നൊന്നായി മറനീക്കി പുറത്തു വന്നു. അത് ഓസ്ട്രേലിയയിലെയും ഇന്ത്യയിലെയും ജനങ്ങളെ ഒരുപോലെ ഞെട്ടിച്ചു. യഥാർത്ഥത്തിൽ എന്താണ് സാം എബ്രഹാമിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? അദ്ദേഹം എങ്ങനെയാണ് മരണപ്പെട്ടത്? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. വിക്ടോറിയ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അധികാരപരിധിയിലുള്ള സ്ഥലത്തായിരുന്നു സാം എബ്രഹാമും കുടുംബവും താമസിച്ചിരുന്നത്. മെഡിക്കൽ ടീം ആ വീട്ടിലെത്തി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വിക്ടോറിയ പോലീസും ആ വീട് സന്ദർശിച്ചു. 33 വയസ്സ് മാത്രം പ്രായമുള്ള ആരോഗ്യവാനായ സാം എബ്രഹാമിന്റെ മരണം ഹാർട്ട് അറ്റാക്ക് മൂലമാണ് നടന്നത് എന്നുള്ള കാര്യത്തിൽ പോലീസിന് ചില സംശയങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീട് മുഴുവൻ പോലീസ് പരിശോധിക്കുന്നു. പക്ഷേ അവരുടെ പരിശോധനയിൽ അൺയൂഷ്വലായ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നിട്ടും ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം മാത്രമാണ് കുടുംബത്തിന് വിട്ടു നൽകിയത്. അതിനോടകം മെൽബണിലുള്ള മലയാളികളെല്ലാവരും ചേർന്ന് സാമിന്റെ ഡെഡ് ബോഡി ഇന്ത്യയിലേക്ക് അയക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾക്കായി $30,000 ഓസ്ട്രേലിയൻ ഡോളർ സമാഹരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങൾ എളുപ്പത്തിലായി. 2 ദിവസങ്ങൾക്ക് ശേഷം, അതായത് ഒക്ടോബർ 16 തന്നെ സാമിന്റെ ഡെഡ് ബോഡി കേരളത്തിലെത്തി. ഒപ്പം സോഫിയയും മകനുമുണ്ടായിരുന്നു. മകന്റെ ചേതനയേറ്റ ശരീരം വീട്ടിലെത്തുമ്പോൾ സാമിന്റെ പേരൻസിന് ഒന്ന് പൊട്ടിക്കരയാനുള്ള ആരോഗ്യം പോലും ഉണ്ടായിരുന്നില്ല. കാരണം 2 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അവർ മകന്റെ മരണവാർത്ത അറിഞ്ഞതാണ്. ഈ 2 ദിവസവും കരഞ്ഞു തളർന്ന് അവർ മകൻ മരിച്ചു എന്ന് മനസ്സുകൊണ്ട് അംഗീകരിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ ചെറുപ്രായത്തിൽ തന്നെ വിധവയായ സോഫിയയുടെയും അച്ഛൻ നഷ്ടപ്പെട്ട പേരക്കുട്ടിയുടെയും വിഷമം അവരെ ഒന്നുകൂടി തളർത്തി. ഒടുവിൽ മരണാനന്തര ചടങ്ങുകളെല്ലാം പൂർത്തിയായി നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം പിരിഞ്ഞുപോയി. സാം മരണപ്പെട്ട് 10ാമത്തെ ദിവസം സോഫിയയും മകനും ഓസ്ട്രേലിയയിലേക്ക് തന്നെ തിരിച്ചു പോവാൻ തയ്യാറെടുത്തു. കാരണം അവൾക്കവിടെ ജോലിയുള്ളതാണ്. അധികനാൾ ലീവ് എടുത്താൽ ജോലി നഷ്ടപ്പെടും. അതുമാത്രമല്ല, സാമിന്റെ മകൻ പഠിക്കുന്ന സ്കൂളിലും അധികനാൾ അവധി പറയാൻ കഴിയില്ല. അതിനാൽ അവർക്ക് തിരിച്ചു പോയേ മതിയാവൂ. ഇവിടുത്തെ വിഷമകരമായ സാഹചര്യത്തിൽ നിന്നും മാറി നിൽക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞ് സാമിന്റെ പേരൻസും അവരെ യാത്രയാക്കി. ഓസ്ട്രേലിയയിൽ തിരിച്ചെത്തിയ സോഫിയയും മകനും പതിയെ ജോലിയും സ്കൂളുമെല്ലാമായി അവരുടെ തിരക്ക് പിടിച്ച ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു. എന്നാൽ എത്ര തന്നെ തിരക്കുണ്ടെങ്കിലും എല്ലാ ശനിയാഴ്ചയും സോഫിയ സാമിന്റെ പേരൻസിനെ ഫോൺ വിളിച്ച് സംസാരിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു. അത് 2 കൂട്ടർക്കും ആശ്വാസവും നൽകി. അടുത്ത 9 മാസത്തോളം ആ ഫോൺ കോളുകൾക്ക് ഒരു മുടക്കവും ഉണ്ടായില്ല. പക്ഷേ 2016 ജൂലൈ മാസത്തിലൊരു ശനിയാഴ്ച സോഫിയയുടെ ഫോൺ കോൾ വരാത്തതിനെ തുടർന്ന് സാമിന്റെ പേരൻസ് ആശങ്കയിലായി.
എന്നാലും സോഫിയ എന്തെങ്കിലും തിരക്കിൽപ്പെട്ടതായിരിക്കുമെന്നും അടുത്ത ആഴ്ച വിളിച്ചോളുമെന്നും പറഞ്ഞ് അവർ സമാധാനിച്ചു. പക്ഷേ അടുത്ത ആഴ്ചയും സോഫിയ കോൾ ചെയ്തില്ല. ഇതോടെ സാമിന്റെ പാരന്റ്സ് മെൽബണിൽ താമസിക്കുന്ന സോഫിയയുടെ സഹോദരി സോണിയെ വിളിച്ച് കാര്യം തിരക്കി. സോണിയ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് സാമിന്റെ പാരന്റ്സ് ഞെട്ടിത്തരിച്ചുപോയി. കഴിഞ്ഞ കുറച്ച് ദിവസമായി സോഫിയ ജയിലിലാണെന്നും സാമിനെ കൊലപ്പെടുത്തിയത് സോഫിയയാണെന്ന് പോലീസ് കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ് നടന്നത് എന്നുമാണ് സോണിയയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. തങ്ങളുടെ മകന്റെ മരണം ഒരു കൊലപാതകമാണെന്നും അതിനു പിന്നിൽ അവന്റെ ഭാര്യ തന്നെയാണ് എന്നുമുള്ള വാർത്ത സാമിന്റെ പാരന്റ്സിനെ തളർത്തി കളഞ്ഞു. ഇതേ സമയം തന്നെ അവരുടെ മനസ്സിൽ ഒത്തിരി ചോദ്യങ്ങളും ഉയർന്നു വന്നു. ഓസ്ട്രേലിയയിൽ വെച്ച് സാമിന്റെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടത്തിയിട്ടും മരണകാരണം ഹാർട്ട് അറ്റാക്ക് ആണെന്നാണ് പറഞ്ഞിരുന്നത്. അതെങ്ങനെ പെട്ടെന്ന് കൊലപാതകമായി മാറി? സോഫിയയാണ് സാമിനെ കൊന്നത് എന്ന് ആദ്യമേ അറിയാമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ ഇത്ര സമയമെടുത്തു? ഇനി ആരെങ്കിലും അവളെ കുടുക്കിയതാണോ? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ അവരുടെ മനസ്സിലൂടെ കടന്നുപോയി. അപ്പോഴാണ് സാമിന്റെ അച്ഛൻ മറ്റൊരു കാര്യം ഓർത്തത്. എല്ലാ വെക്കേഷനും സാം അവധിക്ക് നാട്ടിലെത്തുമ്പോൾ വളരെ സന്തോഷവാനായിട്ടാണ് കാണാറ്. എന്നാൽ കഴിഞ്ഞ വെക്കേഷൻ അങ്ങനെയായിരുന്നില്ല. സാമിന്റെ മനസ്സിനെ എന്തോ അലട്ടിക്കൊണ്ടിരിക്കുന്നതായി അച്ഛന് തോന്നിയിരുന്നു. കാര്യമന്വേഷിച്ചപ്പോൾ സാം ഒന്നും വ്യക്തമായി പറഞ്ഞില്ല. പക്ഷേ അവധി കഴിഞ്ഞ് സാം തിരിച്ചു പോവാറായപ്പോൾ അച്ഛനോടും ബന്ധുക്കളിൽ ചിലരോടും ഒരു കാര്യം പറഞ്ഞിരുന്നു. അടുത്ത തവണ ചിലപ്പോൾ ഞാൻ ശവപ്പെട്ടിയിലായിരിക്കും തിരിച്ചു വരിക. അങ്ങനെ ഞാൻ മരിക്കുകയാണെങ്കിൽ എന്റെ ശരീരം മുത്തശ്ശനെ അടക്കം ചെയ്തതിന്റെ തൊട്ടടുത്തായി അടക്കം ചെയ്യണം. ഇങ്ങനെ പറഞ്ഞിട്ടാണ് സാം ഓസ്ട്രേലിയയിലേക്ക് പോയത്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ സാമിന്റെ മരണവാർത്തയാണ് എല്ലാവരും കേട്ടത്. അന്നത്തെ വിഷമത്തിനിടയ്ക്ക് ഇതൊന്നും ആരും ഓർത്തില്ലെങ്കിലും മാസങ്ങൾക്കിപ്പുറം സോഫിയ അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെയാണ് സാം എന്തുകൊണ്ടാണ് അവന്റെ മരണം മുൻകൂട്ടി കണ്ടത് എന്ന് അദ്ദേഹത്തിന്റെ അച്ഛന് മനസ്സിലായത്. ഓസ്ട്രേലിയൻ പോലീസ് സോഫിയയെ അറസ്റ്റ് ചെയ്യാൻ 9 മാസമെടുത്തതിനു പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ടായിരുന്നു. പ്രതികൾക്ക് ഒരിക്കലും കേസിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം എല്ലാ തെളിവുകളുമായി അവരെ പൂട്ടുക. ഇതുമാത്രമായിരുന്നു പോലീസിന്റെ ലക്ഷ്യം. അതവർ കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്തു. ഇനി എന്തിനു വേണ്ടിയാണ് ഈ കൊലപാതകം നടന്നത് എന്നറിയണമെങ്കിൽ അതിന് സാം എബ്രഹാമും സോഫിയയും ആരാണെന്നും അവരെങ്ങനെയാണ് വിവാഹം കഴിച്ചത് എന്നും എന്തിനു വേണ്ടിയാണ് അവർ ഓസ്ട്രേലിയയിൽ എത്തിയത് എന്നുമെല്ലാം അറിയേണ്ടതുണ്ട്. കൊല്ലം ജില്ലയിലെ കരവാളൂർ എന്ന സ്ഥലത്താണ് സാം എബ്രഹാം ജനിച്ചു വളർന്നത്. സാമിന്റെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് സോഫിയയുടെയും വീടുള്ളത്. ചെറുപ്പം മുതൽ തന്നെ ഒരുമിച്ച് കളിച്ചു വളർന്നവരായിരുന്നു ഇരുവരും. അതുപോലെ സ്കൂൾ കോളേജ് പഠനമെല്ലാം അവർ ഒരുമിച്ചായിരുന്നു. പതിയെ ഇരുവരുടെയും അടുപ്പം പ്രണയമായി മാറി. 2003 ഡിഗ്രി പൂർത്തിയാക്കിയപ്പോഴേക്കും ഇനിയുള്ള കാലം വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കണമെന്നുള്ള തീരുമാനത്തിലേക്ക് ഇരുവരും എത്തിച്ചേർന്നിരുന്നു. എന്നാൽ നല്ലൊരു ജോലി കണ്ടെത്തണമെങ്കിൽ ഡിഗ്രി മാത്രം പോരാ എന്ന് മനസ്സിലാക്കിയ ഇരുവരും വിവാഹം കഴിക്കാനുള്ള തീരുമാനം നീട്ടിവെച്ച് ഹയർ സ്റ്റഡീസിന് പോവാൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് സാം എബ്രഹാം MBA ചെയ്യുന്നതിനായി തമിഴ്നാട്ടിലെ ദിണ്ടിഗലിലും സോണിയ PG ചെയ്യുന്നതിനായി കോട്ടയത്തെ MG യൂണിവേഴ്സിറ്റിയിലും എത്തിയത്. അപ്പോഴും ഫോൺ കോളുകളിലൂടെയും അവധിക്ക് നാട്ടിലെത്തുമ്പോൾ നേരിൽ കണ്ടും അവർ ബന്ധം നല്ല രീതിയിൽ തുടർന്നു കൊണ്ടുപോയിരുന്നു. 2005 പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ഇരുവരും വീണ്ടും നാട്ടിലെത്തി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ രണ്ടാളും ചെറിയ ചില ജോലികളും കണ്ടെത്തി. ഇതോടെ വിവാഹം കഴിക്കണമെന്നുള്ള അവരുടെ ആഗ്രഹങ്ങൾക്ക് വീണ്ടും ജീവൻ വെച്ചു. ഇരുവരും അവരവരുടെ വീടുകളിൽ കാര്യം അവതരിപ്പിച്ചു. സാമും സോഫിയയും പ്രണയത്തിലായി എന്നുള്ള കാര്യം അവരുടെ കുടുംബത്തെ ഒട്ടും അത്ഭുതപ്പെടുത്തിയില്ല. കാരണം അതിന്റെ സൂചനകളെല്ലാം അവർക്ക് നേരത്തെ തന്നെ ലഭിച്ചു കഴിഞ്ഞിരുന്നതാണ്. 2 കുടുംബങ്ങളും പരിചയക്കാരായിരുന്നതുകൊണ്ട് തന്നെ വിവാഹത്തിൽ എതിർപ്പുണ്ടാവില്ല എന്നാണ് സാമും സോഫിയയും കരുതിയത്. എന്നാൽ സാമിന്റെ അച്ഛൻ ഈ ബന്ധത്തെ എതിർത്തു. എനിക്ക് സോഫിയയെ നന്നായി അറിയാമെന്നും അവൾ നമ്മുടെ കുടുംബവുമായി ഒത്തുപോവില്ല എന്നും പറഞ്ഞ് അദ്ദേഹം സാമിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഇതറിഞ്ഞ സോഫിയ സാമിന്റെ അച്ഛന് മുന്നിലെത്തി തനിക്ക് സാമില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നും അവനെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞ് കരഞ്ഞപേക്ഷിച്ചു. അതിനുശേഷമാണ് സാമിന്റെ അച്ഛൻ വിവാഹത്തിന് സമ്മതിച്ചത്. അങ്ങനെ 2008 ക്രിസ്തീയ ആചാരപ്രകാരം ഇരുവരും വിവാഹിതരായി. 1 വർഷത്തിനു ശേഷം അവർക്കൊരു ആൺകുട്ടിയും ജനിച്ചു. ഇങ്ങനെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സാമിന് ഒമാനിലുള്ള ലുലു എക്സ്ചേഞ്ചിൽ ജോലി ലഭിക്കുന്നത്. ഇതോടെ സോഫിയയും മകനെയും പിരിഞ്ഞ് സാം ഒമാനിലേക്ക് ജോലിക്ക് പോയി. അതേസമയം തന്നെ സോഫിയയ്ക്ക് ബാംഗ്ലൂരിൽ കുറച്ചുകൂടി നല്ല ജോലി ലഭിച്ചതിനെ തുടർന്ന് സോഫിയയും മകനും ബാംഗ്ലൂരിലേക്കും താമസം മാറ്റി. ഓരോ തവണയും സാം അവധിക്ക് നാട്ടിലെത്തുമ്പോൾ നേരെ ബാംഗ്ലൂരിലേക്കാണ് പോവാറുള്ളത്. അതിനുശേഷം അവരൊന്നിച്ച് കൊല്ലത്തേക്ക് വരും. ഇതേ രീതിയിൽ 3 വർഷം കടന്നുപോയി. തനിച്ചുള്ള ജീവിതം 2 പേർക്കും മടുത്തു തുടങ്ങി.
അങ്ങനെയാണ് സോഫിയയെയും മകനെയും ഒമാനിലേക്ക് കൊണ്ടുപോവാൻ സാം തീരുമാനിച്ചത്. അവിടെ നിന്നുമാണ് പ്രശ്നങ്ങളുടെ തുടക്കം. സാം എത്ര തന്നെ നിർബന്ധിച്ചിട്ടും സോഫിയ ഒമാനിലേക്ക് പോവാൻ തയ്യാറായില്ല. അവൾ തിടുക്കപ്പെട്ട് ഓസ്ട്രേലിയയിൽ മറ്റൊരു ജോലി കണ്ടെത്തി. സോഫിയയുടെ സഹോദരി സോണിയ ഓസ്ട്രേലിയയിൽ നഴ്സായി ജോലി ചെയ്യുന്നുണ്ട്. അവളുടെ സഹായത്തോടെയാണ് സോഫിയ പുതിയ ജോലി കണ്ടെത്തിയതും ഓസ്ട്രേലിയയിലേക്ക് പോവാൻ തീരുമാനിച്ചതും. എന്നാൽ സാമിന് സോഫിയ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. അല്ലെങ്കിലേ ഇരുവരും പിരിഞ്ഞാണിരിക്കുന്നതെങ്കിലും സോഫിയ ബാംഗ്ലൂരിലായിരിക്കുമ്പോൾ സാമിന് ഒമാനിൽ നിന്നും വെക്കേഷന് വന്നു പോവാൻ എളുപ്പമായിരുന്നു. ഓസ്ട്രേലിയയിലേക്ക് സാമിന് യാത്രാ ചെലവും ദൂരവുമെല്ലാം കൂടും. അതിനാലാണ് അദ്ദേഹം സോഫിയയുടെ തീരുമാനത്തെ എതിർത്തത്. അപ്പോഴും എന്തുകൊണ്ടാണ് സോഫിയ തന്റെ അടുത്തേക്ക് വരാതെ ദൂരേക്ക് പോവാൻ ശ്രമിക്കുന്നത് എന്ന് സാം ചിന്തിച്ചിരുന്നില്ല. അവസാനം എല്ലാ എതിർപ്പും അവഗണിച്ച് 2012 സോഫിയ അവളുടെ 3 വയസ്സുള്ള മകനുമായി ഓസ്ട്രേലിയയിലെ മെൽബണിലേക്ക് താമസം മാറ്റുകയും പുതിയ ജോലിക്ക് പോയി തുടങ്ങുകയും ചെയ്തു. കുറച്ചു മാസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഇതേ സമയം ഒമാനിലുള്ള സാം എബ്രഹാം ഓസ്ട്രേലിയയിലേക്ക് പോവാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരുന്നു. കാരണം ഒമാനിൽ സാം ജോലി ചെയ്യുന്ന ലുലു എക്സ്ചേഞ്ചിന്റെ ഒരു ബ്രാഞ്ച് മെൽബണിലും പ്രവർത്തിക്കുന്നുണ്ട്. അവിടേക്ക് ട്രാൻസ്ഫർ ലഭിക്കുകയാണെങ്കിൽ കുടുംബത്തോടൊപ്പം ഒന്നിച്ച് ജീവിക്കാമെന്ന് മാത്രമേ സാം ചിന്തിച്ചിരുന്നുള്ളൂ. ആ തീരുമാനം തന്റെ ജീവൻ അപഹരിക്കുമെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. 2013 തുടക്കത്തിൽ സാം എബ്രഹാമിന് ഒമാനിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് ട്രാൻസ്ഫർ ലഭിച്ചു. അങ്ങനെയാണ് സാം മെൽബണിലെത്തിയതും സോഫിയയ്ക്കും മകനുമൊപ്പം താമസിക്കാൻ തുടങ്ങിയതും. എന്നാൽ ഓസ്ട്രേലിയയിലെത്തി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സോഫിയയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ സാം ശ്രദ്ധിച്ചു. അദ്ദേഹത്തോട് ഒരടുപ്പവുമില്ലാത്തതുപോലെയാണ് സോഫിയ പെരുമാറുന്നത്. എന്തിന് സാം ഓസ്ട്രേലിയയിലേക്ക് വന്നതുപോലും സോഫിയയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കുറച്ചു മാസങ്ങൾക്കുള്ളിൽ അതിന്റെ കാരണം എന്താണെന്നും സാമിന് മനസ്സിലായി. അരുൺ കമലാസനൻ എന്ന വ്യക്തിയാണ് അതിന് കാരണം. അവന് വേണ്ടിയാണ് സോഫിയ ഓസ്ട്രേലിയയിലേക്ക് വന്നത് തന്നെ. അതുതന്നെയായിരുന്നു സാമിന്റെ മരണകാരണവും. സാം എബ്രഹാം അദ്ദേഹത്തിന്റെ മരണം മുൻകൂട്ടി കണ്ടതിനു പിന്നിൽ ഒരു കാരണമുണ്ട്. സാം മരണപ്പെടുന്നതിന് 3 മാസം മുൻപ് അദ്ദേഹത്തിന് നേരെ ഒരു വധശ്രമം നടന്നിരുന്നു. അന്ന് സാമിന്റെ കാറിനകത്ത് ഒളിച്ചിരുന്ന അക്രമി അദ്ദേഹത്തെ കത്തികൊണ്ട് ആക്രമിക്കുകയായിരുന്നു. സാമിനെ കൊലപ്പെടുത്തുക എന്ന ഒറ്റ ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു അക്രമി ആ കാറിനകത്ത് ഒളിച്ചിരുന്നത്. കഴുത്തിലും കവിളിലുമെല്ലാം മുറിവേറ്റ സാം അക്രമം ചെറുക്കുകയും കഷ്ടിച്ച് രക്ഷപ്പെടുകയുമായിരുന്നു. ചെറുത്തുനിൽപ്പിനിടയിൽ സാം അക്രമിയുടെ മുഖം മൂടി അഴിച്ചു മാറ്റുകയും അയാളുടെ മുഖം കാണുകയും ചെയ്തതാണ്. എന്നാൽ ഈ അക്രമവുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം നടന്നപ്പോൾ അക്രമിയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നാണ് സാം മൊഴി നൽകിയത്. 3 മാസത്തിനു ശേഷം സാം കുടുംബസമേതം അവധിക്ക് കേരളത്തിലെത്തുകയും ചെയ്തു. വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോവാറായപ്പോഴാണ് സാം അദ്ദേഹത്തിന്റെ അച്ഛനോടും കുടുംബാംഗങ്ങളിൽ ചിലരോടും അടുത്ത തവണ ഞാൻ ശവപ്പെട്ടിയിലായിരിക്കും തിരിച്ചു വരിക എന്നുള്ള രീതിയിൽ സംസാരിച്ചത്. എന്തുകൊണ്ടാണ് ഈ രീതിയിൽ സംസാരിക്കുന്നത് എന്ന് അവർ പലതവണ ചോദിച്ചിട്ടും സാം ഒന്നും തന്നെ തുറന്നു പറയാൻ തയ്യാറായില്ല. തിരിച്ച് ഓസ്ട്രേലിയയിലെത്തിയ സാം 2 ദിവസത്തിനുള്ളിൽ കൊല ചെയ്യപ്പെടുകയും ചെയ്തു. സാം എബ്രഹാം അതെല്ലാം തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്നൊരു പക്ഷേ അദ്ദേഹം ജീവനോടെയുണ്ടാവുമായിരുന്നു. എന്തായിരുന്നു സാം അന്ന് മറച്ചുവെച്ച കാര്യങ്ങൾ? ആരാണ് ഈ അരുൺ കമലാസനൻ? എന്തായിരുന്നു അരുണും സോഫിയയും തമ്മിലുള്ള ബന്ധം? ഇതെല്ലാം ഒന്നൊന്നായി കണ്ടെത്താൻ ഓസ്ട്രേലിയൻ പോലീസ് നടത്തിയ ശ്രമങ്ങൾ തീർച്ചയായും അഭിനന്ദനമർഹിക്കുന്നു. സിനിമകളിൽ മാത്രം നമ്മൾ കണ്ടുശീലിച്ചിട്ടുള്ള രംഗങ്ങളാണ് പിന്നീട് മെൽബണിൽ അരങ്ങേറിയത്. സാം മരണപ്പെട്ട ഒക്ടോബർ 14 തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയെങ്കിലും ടോക്സിക്കോളജി ടെസ്റ്റിന്റെ റിസൾട്ട് പുറത്തുവരാൻ കുറച്ച് സമയമെടുത്തിരുന്നു. ആ റിസൾട്ട് പുറത്തു വന്നപ്പോൾ തന്നെ സാമിന്റെ മരണം ഹാർട്ട് അറ്റാക്ക് മൂലമല്ല എന്നും അതൊരു കൊലപാതകമാണ് എന്നും പോലീസുകാർക്ക് മനസ്സിലായിരുന്നു. കാരണം സാമിന്റെ ശരീരത്തിൽ അമിതമായ അളവിൽ സയനൈഡിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഉറക്ക ഗുളികയും പെയിൻ കില്ലറുമായുമെല്ലാം ഉപയോഗിക്കുന്ന ക്ലോണാസെപ്പാം എന്നൊരു മരുന്നും സാമിന്റെ ശരീരത്തിലെത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നും ക്ലോണാസെപ്പാം കൊടുത്ത് സാമിനെ മയക്കി കിടത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ വായിലൂടെ സയനൈഡ് കലർത്തിയ ഏതെങ്കിലും പാനീയം കൊടുത്തായിരിക്കും ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നു. ഇതൊന്നും അറിയാത്ത പോലെ നടിച്ച സോഫിയ തന്നെയായിരുന്നു പോലീസിന്റെ പ്രൈം സസ്പെക്ട്. ഓസ്ട്രേലിയൻ പോലീസിന്റെ അന്വേഷണ രീതി തികച്ചും വ്യത്യസ്തമായിരുന്നു. അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലെത്തിയിട്ട് മാത്രമേ അവർ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം പുറത്തുവിടൂ. പ്രത്യേകിച്ച് മാധ്യമങ്ങളെ അടുപ്പിക്കില്ല. അതുകൊണ്ട് തന്നെ സാമിൻ്റേത് ഒരു കൊലപാതകമാണെന്ന് നിലവിൽ പോലീസിനും കൊലയാളികൾക്കും മാത്രമേ അറിയൂ. എന്നാൽ പോലീസ് ഇത് പുറത്തുവിടാത്തിടത്തോളം കാലം കൊലയാളികൾ ചിന്തിക്കുന്നത് നമുക്ക് മാത്രമേ ഇതൊരു കൊലപാതകമാണെന്ന് അറിയൂ എന്നായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. ഒടുവിൽ കേസ് തെളിയിക്കാനുള്ള എല്ലാ വഴികളും അവർ തന്നെ ഒരുക്കുകയും ചെയ്യും. ഈ ഒരു രീതിയാണ് ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ ടീം സ്വീകരിച്ചത്.
അതുകൊണ്ട് തന്നെ അവർ സോഫിയയെ കസ്റ്റഡിയിലെടുക്കാനോ ചോദ്യം ചെയ്യാനോ തയ്യാറായില്ല. പകരം ഇന്ത്യയിൽ നിന്നും അവൾ തിരിച്ചു വന്നയുടനെ അവളുടെ ആക്ടിവിറ്റീസ് എല്ലാം നിരീക്ഷിക്കുന്നതിനായി 3 ടീമിനെ നിയോഗിച്ചു. ആദ്യത്തെ ടീം സോഫിയ എങ്ങോട്ട് പോകുമ്പോഴും അവളെ ഫോളോ ചെയ്യും. രണ്ടാമത്തെ ടീം സോഫിയയുടെ എല്ലാ ഫോൺ കോളുകളും നിരീക്ഷിക്കും. മൂന്നാമത്തെ ടീം സോഫിയയുടെ ബാങ്ക് ട്രാൻസാക്ഷൻസും മറ്റ് സാമ്പത്തിക ഇടപാടുകളുമെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു രീതിയിലാണ് അന്വേഷണം പുരോഗമിച്ചത്. ഇതൊന്നും 1-2 ദിവസത്തെ പരിശോധനകളല്ല, മാസങ്ങളോളം പോലീസിന്റെ നിരീക്ഷണം തുടർന്നുകൊണ്ടേയിരുന്നു. സോഫിയയ്ക്കാണെങ്കിൽ ഇതൊന്നും അറിയില്ല. എല്ലാ ആഴ്ചയും സാമിന്റെ പേരൻസിനെ വിളിച്ച് സ്നേഹത്തോടെ സംസാരിച്ചിരുന്ന സോഫിയ തന്നെ ആർക്കും സംശയമില്ല എന്നാണ് ചിന്തിച്ചത്. ദിവസങ്ങൾ കടന്നുപോകും തോറും അന്വേഷണ സംഘം പ്രതീക്ഷിച്ചതുപോലെ തന്നെ സോഫിയയുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു വരാൻ തുടങ്ങി. സോഫിയയെ രഹസ്യമായി ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ആദ്യത്തെ ടീം എല്ലാ ദിവസവും അവൾ ഒരു ചെറുപ്പക്കാരനെ മീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടെത്തി. തുടക്കത്തിൽ പരിചയക്കാർ ആരെങ്കിലും കാണുമോ എന്നുള്ള ഭയത്തിൽ ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കിയാണ് അവരുടെ മീറ്റിംഗ് നടന്നതെങ്കിൽ ക്രമേണ ആളുകളെ ഫേസ് ചെയ്യാനുള്ള അവരുടെ ഭയം കുറഞ്ഞു വരാൻ തുടങ്ങി. മെൽബണിലെ മിക്ക ഹോട്ടലുകളിലും പാർക്കുകളിലും കഫേകളിലുമെല്ലാം വെച്ച് അവർ കണ്ടുമുട്ടുകയും മണിക്കൂറുകളോളം സമയം ചെലവഴിക്കുകയും ചെയ്തു. ഇതേസമയം രണ്ടാമത്തെ ടീം സോഫിയയുടെ ഫോൺ കോളുകളെല്ലാം നിരീക്ഷിച്ചപ്പോൾ അവൾ എല്ലാ ദിവസവും ഒരു നമ്പറിൽ വിളിച്ച് മണിക്കൂറുകളോളം സംസാരിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തി. ഇരുവരുടെയും എല്ലാ ഫോൺ കോളുകളും പോലീസ് ടാപ്പ് ചെയ്തപ്പോൾ അതിന്റെ ദൈർഘ്യം 100 മണിക്കൂറോളം ഉണ്ടായിരുന്നു. 5 മാസങ്ങൾക്ക് ശേഷം സാമിന്റെ ഉടമസ്ഥതയിലുള്ള കാർ സോഫിയ മറ്റൊരു പുരുഷന്റെ പേരിലേക്ക് മാറ്റിയതായും അരുൺ കമലാസനൻ എന്ന മറ്റൊരു ഇന്ത്യക്കാരന്റെ പേരിലേക്കാണ് കാറിന്റെ ഉടമസ്ഥാവകാശം മാറ്റിയിരിക്കുന്നത് എന്നും സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്ന മൂന്നാമത്തെ ടീം കണ്ടെത്തി. ഇതേ വ്യക്തിയോടൊപ്പം തന്നെയാണ് സോഫിയ പുറത്ത് കറങ്ങി നടക്കാറുള്ളത് എന്നും മണിക്കൂറുകളോളം ഫോണിൽ സംസാരിക്കാറുള്ളത് എന്നുകൂടി കണ്ടെത്തിയതോടെ അരുൺ കമലാസനന് വേണ്ടിയാണ് സോഫിയ സാമിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലായി. ആരാണ് ഈ അരുൺ കമലാസനൻ? അവനുമായുള്ള സോഫിയയുടെ ബന്ധം എന്താണ്? എങ്ങനെയാണ് അവർ സാമിന്റെ കൊലപാതകം നടപ്പിലാക്കിയത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇനി പോലീസിന് കണ്ടെത്തേണ്ടത്. അവരതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. കുറ്റാരോപിതരുടെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അവരെ കൊണ്ട് സത്യം പറയിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ അതെങ്ങനെയാണ് പറയിക്കേണ്ടത് എന്നാണ് ഓസ്ട്രേലിയൻ പോലീസ് ഈ കേസിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. മിസ്റ്റർ ബിഗ് എന്ന ടെക്നിക്കാണ് ഓസ്ട്രേലിയൻ പോലീസ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത്. മിസ്റ്റർ ബിഗ് ടെക്നിക് എന്ന് പറഞ്ഞാൽ ഒരു അണ്ടർ കവർ പോലീസ് ഓപ്പറേഷനാണ്. ഇതിന്റെ പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം പോലീസുകാർ ഒരു വ്യാജ ക്രിമിനൽ സംഘം രൂപീകരിക്കും. അതിലെ അംഗങ്ങളെല്ലാം അണ്ടർ കവർ പോലീസ് ഓഫീസർമാരായിരിക്കും. ആ സംഘത്തിനൊരു തലവനുണ്ടാവും. പോലീസുകാർക്കിടയിൽ അദ്ദേഹത്തിന്റെ കോഡ് നെയിമാണ് മിസ്റ്റർ ബിഗ്. മിസ്റ്റർ ബിഗും സംഘവും ഏതെങ്കിലും രീതിയിൽ സസ്പെക്ട്സുമായി അടുപ്പം സ്ഥാപിക്കും. അവരുടെ ബന്ധം മാസങ്ങളും ചിലപ്പോൾ വർഷങ്ങളും നീളും. പതിയെ പതിയെ സസ്പെക്ട്സിൽ നിന്നും ഓരോ രഹസ്യങ്ങളായി ചോർത്തിയെടുക്കും. ഇതാണ് രീതി. 1990കളുടെ അവസാനത്തിലാണ് ഓസ്ട്രേലിയൻ പോലീസ് ആദ്യമായി മിസ്റ്റർ ബിഗ് ടെക്നിക് ഉപയോഗിച്ചു തുടങ്ങുന്നത്. എന്നാൽ ഈ ഒരു ടെക്നിക് ആദ്യമായി ഉപയോഗിച്ചത് 1965-ൽ കാനഡയിലെ റോയൽ കനേഡിയൻ മൗണ്ടഡ് പോലീസാണ്. ഇനി സാം എബ്രഹാം മർഡർ കേസിൽ ഓസ്ട്രേലിയൻ പോലീസ് ഉപയോഗിച്ച മിസ്റ്റർ ബിഗ് ടെക്നിക്കിലേക്ക് വരാം. നിരവധി അണ്ടർ കവർ ഓഫീസേഴ്സിനെ അതിനുവേണ്ടി അണിനിരത്തി. അരുൺ കമലാസനനെയാണ് സംഘം ടാർഗറ്റ് ചെയ്തത്. അതിൽ തന്നെ അരുണുമായി സൗഹൃദം സ്ഥാപിക്കാൻ ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി. ഡാൻ എന്ന പേരിൽ അരുണുമായി പരിചയപ്പെടാനാണ് അദ്ദേഹത്തിന് നിർദ്ദേശം ലഭിച്ചത്. തുടർന്ന് നടത്തേണ്ട എല്ലാ നീക്കങ്ങളും മിസ്റ്റർ ബിഗ് എന്ന സംഘത്തലവൻ ഡാനുമായി പങ്കുവച്ചു. എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെ തന്നെ കൃത്യമായി നടന്നു. ഡാൻ അരുണിനെ പരിചയപ്പെടുന്നത് മുതൽ അയാൾ കുറ്റസമ്മതം നടത്തുന്നതുവരെ എന്തൊക്കെയാണ് നടന്നത് എന്ന് ഇനി പറയാം. അരുണുമായി ഡാൻ എവിടെ വെച്ച് പരിചയപ്പെടണമെന്നുള്ളതായിരുന്നു ആദ്യത്തെ കടമ്പ. കാരണം ഒരു സംശയത്തിനും ഇട നൽകാതെ വേണം കാര്യങ്ങൾ നീക്കാൻ. അതിനായി അരുണിന്റെ ഓരോ നീക്കങ്ങളും സംഘം നിരീക്ഷിച്ചു. അങ്ങനെയാണ് അരുൺ സ്ഥിരമായി പോവാറുള്ള ബാറിൽ വെച്ച് ഡാൻ അവനുമായി പരിചയപ്പെട്ടാൽ മതിയെന്നുള്ള തീരുമാനത്തിലെത്തിയത്. ഡാൻ അത് കൃത്യമായി നടപ്പിലാക്കുകയും അരുണുമായി ഒരു സുഹൃത്ത് ബന്ധമുണ്ടാക്കിയെടുക്കുകയും ചെയ്തു. അതിനുശേഷം അരുണിന്റെ വീടിന്റെ പരിസരത്ത് വെച്ച് യാദൃശ്ചികമായി കണ്ടുമുട്ടിയതുപോലെ ഡാൻ വീണ്ടും അരുണിന് മുന്നിലെത്തി. തന്റെ ബോസിന്റെ മകളെ കാണാനില്ല എന്നും അവളെ അന്വേഷിച്ചിറങ്ങിയതാണ് എന്നുമാണ് ഡാൻ അരുണിനോട് പറഞ്ഞത്. ശേഷം ആ പരിസര പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്താൻ ഡാനിനൊപ്പം അരുണും ചേർന്നു. അത് അവരുടെ ബന്ധം ഒന്നുകൂടി ഊട്ടിയുറപ്പിച്ചു. അതിനോടകം ഡാൻ ഒരു ക്രിമിനൽ സംഘത്തിലെ അംഗമാണെന്നുള്ള കാര്യം അരുണിന് മനസ്സിലായി. എന്നാൽ ഇത് അരുണിൽ ഭയമല്ല ഉണ്ടാക്കിയത്. പകരം ഡാനുമായി കൂടുതൽ അടുക്കാൻ അവൻ ശ്രമിച്ചു. തന്റെ ബോസിന്റെ പേര് ജോ എന്നാണെന്നും അദ്ദേഹത്തിന് പണം നൽകാനുള്ളവരിൽ നിന്നും പണം പിരിച്ചെടുക്കലാണ് തന്റെ ചുമതലയെന്നും താല്പര്യമുണ്ടെങ്കിൽ തന്നോടൊപ്പം ചേർന്നോളൂ എന്നും പറഞ്ഞ് ഡാൻ അരുണിനെ അവരുടെ സംഘത്തിലേക്ക് ക്ഷണിച്ചു.
തന്റെ സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം ഡാനിനോട് തുറന്നു പറഞ്ഞതിനു ശേഷം അരുൺ ആ സംഘത്തോടൊപ്പം ചേരുകയും നിരവധി പണപ്പിരിവുകളിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇവിടെ പണം കൊടുക്കാനുള്ളവരായി വേഷമിട്ടതും അണ്ടർ കവർ ഓഫീസേഴ്സായിരുന്നു. ഓരോ തവണയും $200 വീതം പ്രതിഫലം ലഭിക്കുക കൂടി ചെയ്തതോടെ അരുൺ ഡാനുമായി കൂടുതൽ അടുത്തു. അതിനുശേഷം സംഘത്തിലെ മറ്റു പലരെയും അരുൺ പരിചയപ്പെടുകയും അവരോടൊപ്പം നൈറ്റ് പാർട്ടികളിൽ പങ്കെടുത്ത് മദ്യപിക്കാനും തുടങ്ങി. അരുണുമായുള്ള ഓരോ കൂടിക്കാഴ്ചകളുടെയും വീഡിയോകളും ഓഡിയോകളുമെല്ലാം ഡാൻ രഹസ്യമായി റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും പണപ്പിരിവ് എന്നുള്ളത് മയക്കുമരുന്ന് കടത്തലിലേക്ക് മാറി. അപ്പോഴും അരുൺ ഡാനിനൊപ്പം തുടർന്നു. വ്യാജ മയക്കുമരുന്നുകളുടെ പാക്കറ്റുകൾ ഡാനും അരുണും ചേർന്ന് പല സ്ഥലങ്ങളിലേക്കും എത്തിച്ചു നൽകി. നഗരത്തിലെ പോലീസ് സംവിധാനങ്ങൾ ഉൾപ്പെടെ സംഘത്തലവൻ ജോയുടെ നിയന്ത്രണത്തിലാണെന്നും അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് മെൽബണിൽ എന്തു വേണമെങ്കിലും ചെയ്യാമെന്നുള്ള ഒരു പ്രതീതി ഓരോ ഓപ്പറേഷനിലൂടെയും ഡാൻ ഉണ്ടാക്കിയെടുത്തു. ഇതോടെ അരുണിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു. ഓസ്ട്രേലിയയിൽ ഇനി എന്തു പ്രശ്നങ്ങളുണ്ടായാലും അത് നേരിടാൻ തന്നെ കൊണ്ട് കഴിയുമെന്നുള്ള ഒരു തോന്നൽ അവനിലുണ്ടായി. ഇതോടെ സ്റ്റുഡന്റ് വിസയിൽ ഓസ്ട്രേലിയയിൽ കഴിയുന്ന അരുൺ പെർമനന്റ് റെസിഡൻസി നേടിയെടുക്കാനുള്ള ശ്രമം തുടങ്ങി. അവൻ ഇക്കാര്യം ഡാനിനെ അറിയിച്ചു. ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവരും ജോയുടെ പരിചയക്കാരാണെന്നും അദ്ദേഹത്തോട് പറഞ്ഞ് PR വാങ്ങിത്തരാമെന്നും ഡാൻ അരുണിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. അരുൺ അവന്റെ എല്ലാ രേഖകളും ഡാൻ കാണിച്ചു കൊടുത്ത ഒരു ഇമിഗ്രേഷൻ ഓഫീസറിന് കൈമാറി. ആ ഇമിഗ്രേഷൻ ഓഫീസറും ഒരു അണ്ടർ കവർ പോലീസ് ഓഫീസറായിരുന്നു. ഇതോടെ അന്വേഷണ സംഘം മിസ്റ്റർ ബിഗ് ടെക്നിക്കിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു. അരുൺ ഡാനിനോടൊപ്പമുള്ള ഒരു ദിവസം സംഘത്തലവൻ ജോ ഡാനിന്റെ ഫോണിലേക്ക് വിളിച്ച് അരുണിന്റെ PR അപേക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു തടസ്സമുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുന്നു. അതായത് മെൽബണിൽ നടന്ന ഒരു കൊലപാതകത്തിൽ അരുണിന് പങ്കുണ്ട് എന്നുള്ള സംശയത്തിന്റെ പുറത്ത് ഓസ്ട്രേലിയൻ പോലീസ് അരുണിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നും അതിനാൽ PR അപേക്ഷ തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നുമാണ് ജോ ഡാനിനോട് പറഞ്ഞത്. ഡാൻ ഈ കാര്യങ്ങൾ മുഴുവൻ അരുണിനോട് പറഞ്ഞു. എത്രയും പെട്ടെന്ന് ജോയെ നേരിൽ പോയി കണ്ട് ഈ വിഷയത്തിൽ പരിഹാരം കാണാമെന്ന് അരുണിനെ പറഞ്ഞു വിശ്വസിപ്പിച്ച ഡാൻ അവനെയും കൂട്ടി കാറിൽ ജോയുടെ അടുത്തേക്ക് തിരിച്ചു. ആ യാത്രയിൽ അരുൺ കമലാസനൻ എന്ന ആ ക്രിമിനൽ നടന്ന കാര്യങ്ങൾ മുഴുവൻ ഡാനിനോട് തുറന്നു പറഞ്ഞു. ഡാൻ അതെല്ലാം വീഡിയോയായും ഓഡിയോയായും റെക്കോർഡ് ചെയ്തു. ഇതോടെ മിസ്റ്റർ ബിഗ് എന്ന ഓപ്പറേഷൻ അവസാനിച്ചു. ഡാൻ അരുണുമായി എത്തിയത് സാം എബ്രഹാം മർഡർ കേസ് അന്വേഷിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുന്നിലേക്കായിരുന്നു. അന്ന് തന്നെ സോഫിയയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. തുടർന്ന് അവരുടെ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ ഇരുവരുടെയും ഡയറികളിൽ നിന്നും അവർക്കിടയിലുള്ള ബന്ധത്തെക്കുറിച്ചും ഈ കൊലപാതകത്തെക്കുറിച്ചുമുള്ള എല്ലാ സൂചനകളും പോലീസിന് ലഭിച്ചു. ഓൾറെഡി അരുൺ ഡാനിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ്. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ സോഫിയയും കുറ്റസമ്മതം നടത്തി. യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. വർഷം 2003. അതായത് സാം എബ്രഹാം MBA പഠിക്കുന്നതിനായി തമിഴ്നാട്ടിലെ ദിണ്ടിഗലിലേക്കും സോഫിയ PG ചെയ്യുന്നതിനായി കോട്ടയം MG യൂണിവേഴ്സിറ്റിയിലേക്കും മാറിയ സമയം. അവിടെ കോളേജിൽ സോഫിയയുടെ കൂടെ പഠിച്ച പയ്യനായിരുന്നു ഈ അരുൺ കമലാസനൻ. ആദ്യമെല്ലാം ഇരുവരും സുഹൃത്തുക്കളായിരുന്നുവെങ്കിലും പതിയെ അവരുടെ സുഹൃത്ത് ബന്ധം പ്രണയമായി മാറി. അതായത് സോഫിയയും സാം എബ്രഹാമും വിവാഹം കഴിക്കാനുള്ള അവരുടെ തീരുമാനം നീട്ടിവെച്ച് നല്ലൊരു ജോലി കണ്ടെത്തുന്നതിനായി പഠനം തുടരാൻ തീരുമാനിച്ച സമയമായിരുന്നു അതെന്ന് ഓർക്കണം. അപ്പോഴാണ് സോഫിയ സാം അറിയാതെ മറ്റൊരുത്തനുമായി പ്രണയത്തിലാവുന്നത്. 2 വർഷത്തിനു ശേഷം പഠനം പൂർത്തിയാക്കി സാമും സോഫിയയും നാട്ടിൽ തിരിച്ചെത്തി. അരുൺ മറ്റൊരു ജോലി കണ്ടെത്തി പോവുകയും ചെയ്തു. അതിനുശേഷമാണ് സാം വിവാഹകാര്യം വീട്ടിൽ അവതരിപ്പിച്ചതും അദ്ദേഹത്തിന്റെ അച്ഛൻ എതിർപ്പ് പ്രകടിപ്പിച്ചതും. ഈ സമയത്താണ് സോഫിയ സാമിനെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയതും സാമിനെ തന്നെ വിവാഹം കഴിച്ചതും. അരുണുമായി അടുപ്പമുണ്ടെങ്കിൽ അവൾക്ക് സാമിനെ ഉപേക്ഷിക്കാമായിരുന്നില്ലേ? എന്തിനു വേണ്ടിയാണ് സാമിനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. എന്നാൽ സോഫിയെ സംബന്ധിച്ചിടത്തോളം അരുണുമായുള്ള ബന്ധം കോളേജ് പഠനകാലത്തുള്ള ഒരു നേരം പോക്ക് മാത്രമായിരുന്നു. ഇത് പിന്നീട് സീരിയസ് ആയി മാറിയത് 6 വർഷങ്ങൾക്ക് ശേഷം 2011 അതായത് സാം എബ്രഹാം ഒമാനിലും സോഫിയ ബാംഗ്ലൂരിലും ജോലി ചെയ്യുന്ന സമയത്ത്. ബാംഗ്ലൂരിൽ തനിച്ചുള്ള ജീവിതം സോഫിയെ വീണ്ടും അരുണുമായി അടുപ്പിച്ചു. ഫേസ്ബുക്കിലൂടെ അവർ വീണ്ടും ബന്ധം പുതുക്കി. അരുൺ നിരവധി തവണ സോഫിയെ കാണാൻ ബാംഗ്ലൂരിലെത്തി. ഒരുമിച്ച് താമസിച്ചു. അങ്ങനെ അവർക്കിടയിലെ ബന്ധം എല്ലാ അതിർവരമ്പുകളും ഭേദിച്ചു. ഒരു ഭർത്താവുണ്ട്, മകനുണ്ട് എന്നൊന്നും സോഫിയ ചിന്തിച്ചില്ല. അരുണുമായുള്ള അവീത ബന്ധം ദൃഢമായതോടെ സാമിന്റെ സാന്നിധ്യം പോലും സോഫിയ ആഗ്രഹിച്ചില്ല. ഇടയ്ക്കിടെ സാം ഒമാനിൽ നിന്നും ബാംഗ്ലൂരിലെത്തുന്നതും അവരെയും കൂട്ടി കൊല്ലത്തേക്ക് പോകുന്നതുമെല്ലാം സോഫിയയ്ക്കും അരുണിനും ശല്യമായി മാറി. ഈ സമയത്താണ് സോഫിയ ഓസ്ട്രേലിയയിലേക്ക് പോവാൻ തീരുമാനിച്ചത്. ആ തീരുമാനത്തിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ടായിരുന്നു.
അരുൺ അടുത്തതായി ജോലിക്ക് പോവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമായിരുന്നു ഓസ്ട്രേലിയയിലെ മെൽബൺ. അതിനാലാണ് 2012 സോഫിയ മകനുമായി ഓസ്ട്രേലിയയിലേക്ക് മാറിയത്. എന്നാൽ അവരുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് അരുൺ ഓസ്ട്രേലിയയിലെത്തുന്നതിന് മുൻപ് തന്നെ സാം എബ്രഹാം ട്രാൻസ്ഫർ വാങ്ങി മെൽബണിലെത്തി. കാരണം അദ്ദേഹത്തിന് കുടുംബമായിരുന്നു പ്രധാനം. അവരെ പിരിഞ്ഞിരിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രമാണ് സാം തിടുക്കപ്പെട്ട് ട്രാൻസ്ഫർ വാങ്ങി ഓസ്ട്രേലിയയിലെത്തിയത്. എന്നാൽ സാമിന്റെ ഈ തീരുമാനം സോഫിയെ അരിശം കൊള്ളിച്ചു. യാതൊരു ശല്യവുമില്ലാതെ കാമുകനോടൊപ്പം അഴിഞ്ഞാടാനായിരുന്നു അവളുടെ തീരുമാനം. അതാണിപ്പോൾ നടക്കാതായിരിക്കുന്നത്. 2013 ജൂലൈ മാസത്തോടെ അരുൺ കമലാസനൻ ഓസ്ട്രേലിയയിലെത്തി. അതിനുശേഷമാണ് സോഫിയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ സാം എബ്രഹാം ശ്രദ്ധിച്ചു തുടങ്ങിയത്. അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ സോഫിയയ്ക്ക് അരുണുമായുള്ള അവിഹിത ബന്ധത്തെക്കുറിച്ചും അവർ ഇടയ്ക്കിടെ പല സ്ഥലങ്ങളിലും വെച്ച് കാണാറുണ്ട് എന്നുള്ളതിനെക്കുറിച്ചും സാമിന് വിവരം ലഭിച്ചു. ഇതേ ചൊല്ലി അവർക്കിടയിൽ വഴക്കായി. എന്നാൽ തനിക്കൊരു അബദ്ധം പറ്റിയതാണെന്നും ഇനി ഇത് ആവർത്തിക്കില്ല എന്നും പറഞ്ഞ് സോഫിയ കരഞ്ഞപേക്ഷിച്ചതോടെ സാം അവളോട് ക്ഷമിക്കാൻ തയ്യാറായി. കുടുംബം തകരുന്നതും ഈ വിവരം പുറത്തറിഞ്ഞാലുണ്ടാവുന്ന നാണക്കേട് ഒഴിവാക്കാനുമായിരുന്നു അദ്ദേഹം സോഫിയയ്ക്ക് മറ്റൊരവസരം കൂടി കൊടുത്തത്. 1-2 വർഷം അങ്ങനെ കടന്നുപോയി. എന്നാൽ സോഫിയയുടേത് മുതലക്കണ്ണീരായിരുന്നു എന്നും അവളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നും 2015 ജൂലൈ മാസത്തോടെ സാമിന് മനസ്സിലായി. കാരണം അന്നാണ് സാമിനെ ഒരു അജ്ഞാതൻ കാറിനകത്ത് വെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അത് മറ്റാരുമായിരുന്നില്ല, അരുൺ കമലാസനനായിരുന്നു. പോലീസ് ചോദ്യം ചെയ്യലിൽ അരുൺ അത് സമ്മതിക്കുകയും ചെയ്തു. അപ്പോഴും ഇതെല്ലാം പുറത്തു പറഞ്ഞ് അരുണിനെ അറസ്റ്റ് ചെയ്യിക്കാനും സോഫിയയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാനും സാമിന് അവസരമുണ്ടായിരുന്നു. മകനെയും കുടുംബത്തിനുണ്ടാവുന്ന നാണക്കേട് മോർത്താവണം ആ പാവം മനുഷ്യൻ ഒന്നും ചെയ്യാതിരുന്നത്. ഇനി തനിക്കധികം ആയുസില്ല എന്നും എപ്പോൾ വേണമെങ്കിലും താൻ കൊല ചെയ്യപ്പെടുമെന്നും സാമിന് അന്നു തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അടുത്ത തവണ താൻ ശവപ്പെട്ടിയിലായിരിക്കും വീട്ടിലേക്ക് വരുന്നത് എന്ന് അദ്ദേഹം കുടുംബാംഗങ്ങളോട് പറഞ്ഞത്. ഒരു കൊലപാതക ശ്രമം പാളിയതോടെ അരുണും സോഫിയയും ഭയന്നു. സാം എല്ലാം തുറന്നു പറയുന്നതിന് മുൻപായി അവനെ കൊലപ്പെടുത്തണമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെയാണ് കേരളത്തിൽ പോയി തിരിച്ചെത്തിയാലുടൻ ഈ കൊലപാതകം നടത്താൻ അവർ പ്ലാൻ ചെയ്തത്. 2015 ഒക്ടോബർ 13 രാത്രി സാമിന് കുടിക്കാനായി കൊടുത്ത അവക്കാഡോ മിൽക്ക് ഷേക്കിൽ സോഫിയ ഉറക്ക ഗുളിക പൊടിച്ചു ചേർത്തിരുന്നു. സാം മയങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം സോഫിയ അരുണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ആ വീട്ടിലെത്തിയ അരുൺ സോഫിയയോട് ഒരു ഓറഞ്ച് ജ്യൂസ് കൂടി ഉണ്ടാക്കാൻ പറഞ്ഞു. അരുൺ കൊണ്ടുവന്ന സയനൈഡ് ആ ഓറഞ്ച് ജ്യൂസിൽ കലർത്തിയതിനു ശേഷം മയങ്ങിക്കിടക്കുകയായിരുന്ന സാമിന്റെ വായിലൂടെ ഒഴിച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് സാം എബ്രഹാം അതിദാരുണമായി മരണപ്പെടുന്നത്. അരുണും സോഫിയയും അറസ്റ്റിലായി 17 മാസങ്ങൾക്ക് ശേഷം 2018 ജനുവരി 29 ഈ കേസിലെ വിചാരണ ആരംഭിച്ചു. മിസ്റ്റർ ബിഗ് ടെക്നിക്കിലൂടെ അന്വേഷണ സംഘം കളക്ട് ചെയ്ത വീഡിയോ ആൻഡ് ഓഡിയോ റെക്കോർഡിംഗ്സും അരുണും സോഫിയും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന ഇരുവരുടെയും ഡയറി കുറിപ്പുമെല്ലാം പ്രോസിക്യൂഷൻ തെളിവായി നിരത്തി. 6 മാസത്തോളം നീണ്ടുനിന്ന വിചാരണ നടപടികൾക്ക് ശേഷം 2018 ഓഗസ്റ്റ് 16 കേസിലെ വിധി വന്നു. അരുൺ കമലാസനന് 27 വർഷവും സോഫിയയ്ക്ക് 22 വർഷവും ജയിൽ ശിക്ഷയാണ് കോടതി വിധിച്ചത്. ശിക്ഷാ കാലയളവിൽ ഒരു പരോളും അനുവദനീയമല്ല. വധശിക്ഷ നിരോധിക്കപ്പെട്ട രാജ്യമാണ് ഓസ്ട്രേലിയ. അതുകൊണ്ട് തന്നെ ആ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമപ്രകാരമുള്ള പരമാവധി ശിക്ഷ തന്നെയാണ് കോടതി പ്രതികൾക്ക് നൽകിയത്. അച്ഛൻ മരണപ്പെടുകയും അമ്മ ജയിലിലാവുകയും ചെയ്തതോടെ അവരുടെ മകന്റെ സംരക്ഷണം കോടതി സോഫിയയുടെ സഹോദരി സോണിയയ്ക്ക് നൽകുകയായിരുന്നു. എന്നാൽ പേരക്കുട്ടിയുടെ കസ്റ്റഡി തങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് സാമിന്റെ പേരൻസ് രംഗത്ത് വന്നിരുന്നു. ഇതോടെ കുട്ടിയുടെ കസ്റ്റഡി ഗ്രാൻഡ് പേരൻസിന് നൽകാൻ കോടതി അനുമതി നൽകിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേസിൽ ഓസ്ട്രേലിയൻ പോലീസിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. അത്രയും മികച്ചൊരു അന്വേഷണമാണ് അവർ കാഴ്ചവെച്ചത്. ഒരു വിദേശ പൗരന്റെ മരണമായിട്ടും അവർ കേസിന് നൽകിയ പ്രാധാന്യം, അതുപോലെ മരണം നടന്നതിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ കൊലപാതകത്തിന്റെ തെളിവുകൾ ലഭിച്ചിട്ടും 9 മാസത്തോളം കൂടുതൽ തെളിവുകൾ കണ്ടെത്താനായി നടത്തിയ രഹസ്യാന്വേഷണം, അതിൽ തന്നെ ക്രിമിനലുകളായി വേഷമിട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ അഭിനയ മികവ്, ഇങ്ങനെ പോലീസ് അന്വേഷണത്തിന്റെ ക്വാളിറ്റി തെളിയിച്ച ഒത്തിരി കാര്യങ്ങൾ ഈ കേസിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് കേസ് അന്വേഷണത്തിലെ രഹസ്യ സ്വഭാവം തന്നെയാണ്. അതുകൊണ്ടുണ്ടായ ഗുണം മാധ്യമ വിചാരണയുടെയോ സോഷ്യൽ മീഡിയയിലെ അനാവശ്യ ചർച്ചകളുടെയോ ശല്യമില്ലാതെ പോലീസിന് സമാധാനത്തോടെ കേസ് അന്വേഷിച്ച് തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം. ബൈ.